ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടയ്ക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലെനോവോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് 6 മലയാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്, വൈൽഡ് കാർഡുകൾ കയറി കഴിഞ്ഞു, ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നാളെ ആയിരിക്കാം കാണിക്കുന്നത്. അതിൽ 6 വൈൽഡ് കാർഡുകളിൽ മൂന്നാമത്തെ വൈൽഡ് കാർഡായി സായി കൃഷ്ണ കയറി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ 6 വൈൽഡ് കാർഡുകളിൽ നന്ദന ഒഴികെയുള്ള മറ്റെല്ലാ പേരും എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച മുമ്പേ ഞാൻ പറഞ്ഞിരിക്കുന്നു. അത് അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു. സായി കൃഷ്ണ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു ബിഗ് ബോസിലോട്ടുള്ള ഒരു എൻട്രി എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കഴിഞ്ഞ 3 സീസണുകളിലായി ബിഗ് ബോസിന്റെ വിളിയും കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. വൈൽഡ് കാർഡായിട്ട് സീസൺ 6-ൽ സായി കൃഷ്ണയ്ക്ക് പ്രവേശനം ലഭിച്ചു എന്നുള്ള ഏറ്റവും എക്സ്ക്ലൂസീവായിട്ടുള്ള ന്യൂസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ ഏറ്റവും അധികം ഞെട്ടലുണ്ടാക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാസ്മിൻ തന്നെയാണ്. ജാസ്മിൻ്റെ ഫ്രണ്ടാണ്. മാത്രമല്ല ഫ്രണ്ടായിട്ട് കൂടി ജാസ്മിൻ്റെ നിലവിലെ ഉള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സായി. സോ തീർച്ചയായും ജാസ്മിൻ എന്ന് പറയുന്ന സുഹൃത്തിന് ഇതറിയില്ല. സോ ജാസ്മിൻ ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തിരിക്കും. ജാസ്മിനും ഗബ്രിയൊക്കെ ഒരുപക്ഷെ വിചാരിച്ചിരിക്കുന്നത് ഇനി ഈ സീസണിൽ അങ്ങോട്ട് വലിയ ഞെട്ടിക്കുന്ന ആൾക്കാരൊന്നും വരാൻ ചാൻസ് ഇല്ല, നമ്മളൊക്കെ തന്നെ വിന്നറും റണ്ണറപ്പും ഒക്കെ എന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത്. സോ തീർച്ചയായും സായി കൃഷ്ണയെ കാണുമ്പോൾ ജാസ്മിൻ ഞെട്ടിത്തരിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓടി വന്ന് അദ്ദേഹത്തിനെ ഹഗ് ചെയ്തേക്കാം. പിന്നീട് അങ്ങോട്ട് ഒരുപക്ഷെ ഈ ഗബ്രിയുടെ ഈ ഒരു ഗെയിം സ്ട്രാറ്റജിയെ വിമർശിച്ചുകൊണ്ട് സായി മുന്നോട്ട് വരികയാണെങ്കിൽ സായിയും ജാസ്മിനും തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുന്ന വലിയൊരു സാഹചര്യം കൂടി ഷോയിൽ സംജാതമാകുന്ന ഒരു സാഹചര്യം വിദൂരമല്ല. ഇതിൽ സായി മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിഷേക് ശ്രീകുമാർ, അതുപോലെ തന്നെ അഭിഷേക് ജയദീപ്, പൂജ കൃഷ്ണ, നന്ദന, ഇത്രയും അധികം ആളുകളാണ് വൈൽഡ് കാർഡായിട്ട് എത്തുന്നത്. ഒരുപക്ഷെ യമുനയും അൻസിബയും എവിക്റ്റായി പോകാനുള്ള വലിയ ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇവിടെ സായി കൃഷ്ണയുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിര ജോലിയായ വീഡിയോ ഇടൽ ഇപ്പോഴും അദ്ദേഹം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ശ്രദ്ധേയമായ കാര്യം. അതായത് തൻ്റെ കമ്മിറ്റ്മെൻറ്റ്, തൻ്റെ ജോലിയോടുള്ള കമ്മിറ്റ്മെൻറ്റിൽ ഇപ്പോഴും അദ്ദേഹം തുടരുന്നു എന്നുള്ളതാണ്. സായി കൃഷ്ണ ഇതിനു മുമ്പേ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരേണ്ടത് തന്നെയായിരുന്നു. കാരണം ആകാശത്തിന് കീഴിലുള്ള ഏത് വിഷയത്തെപ്പറ്റിയും പ്രതികരിക്കുന്ന ഏക ചാനൽ സായി കൃഷ്ണയുടെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് വിഷയത്തെപ്പറ്റിയും സായി കൃഷ്ണ പ്രതികരിക്കാറുണ്ട്. തീർച്ചയായും സായി കൃഷ്ണയുടെ ബിഗ് ബോസിലെ പ്രകടനങ്ങൾക്കായി ധാരാളം ആൾക്കാർ കാത്തിരിക്കുകയാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ സായി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ വീഡിയോ കാണുന്ന പോലെ അത്രത്തോളം അഗ്രസീവായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയല്ല. വളരെയധികം സോഫ്റ്റായിട്ട്, വളരെ സിമ്പിളായിട്ട്, വളരെ ഹമ്പിളായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അദ്ദേഹത്തിന് ഈ ഷോയിൽ എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ച് നിൽക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ സാധിക്കുക എന്ന് വളരെ ആകാംക്ഷയോടെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തീർച്ചയായും എല്ലാവിധ ഭാഗങ്ങളും സായി കൃഷ്ണയ്ക്ക് നേരുന്നുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സായി കൃഷ്ണയുടെ പ്രകടനം എത്രത്തോളം മികച്ചതായിരിക്കും ഈ ബിഗ് ബോസിൽ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.